കർണാടകത്തിലെ പ്രധാന വിനോദസഞ്ചാര നഗരമായ മൈസൂർ നമുക്ക് വടക്കൻ കേരളത്തിൽ നിന്നും വളരെ വേഗത്തിൽ എത്തിച്ചേരാവുന്ന അതിസുന്ദരമായ ഒരു നഗരം കൂടിയാണ് മൈസൂർ. മുമ്പ് പലതവണ മൈസൂരിൽ പോയിട്ടുണ്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോൾ നഗരത്തിൽ തീർത്തിട്ടുള്ള റോഡുകളും റൗണ്ട് പോട്ടുകളും നടപ്പാതകളും സർക്കാർ കെട്ടിടങ്ങളും മറ്റും കണ്ടപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണും പോലെ അതിമനോഹരമായി പണിത് അത് ചെടികളാലും പൂക്കളാലും അലങ്കരിച്ച് വൃത്തിയും വെടിപ്പുമുള്ള അതിമനോഹര കാഴ്ചകൾ കണ്ട് നമ്മുടെ നാട്ടിലെ നഗരവുമായി താരതമ്യം ചെയ്തപ്പോൾ വളരെയധികം പിറകിലോട്ടാണ് നമ്മുടെ നഗരങ്ങളെന്ന് ചിന്തിക്കാതിരുന്നില്ല. കാണുവാൻ ഏറെ കാഴ്ചകളുണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യം ലോകപ്രശസ്തമായ മൈസൂർ പാലസിൽ നടക്കുന്ന ദസറ ആഘോഷം കാണുക എന്നത് മാത്രമായിരുന്നു. 1,00,000-ലധികം വർണ്ണ ബൾബുകൾ കൊണ്ട് അലങ്കരിച്ച പാലസും അതോടനുബന്ധിച്ചുള്ള ക്ഷേത്രവും നഗര കാഴ്ചകളും കാണാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയ വലിയൊരു ജനക്കൂട്ടം കൊണ്ട് വീർപ്പുമുട്ടുന്ന കാഴ്ചകളാണ് മൈസൂരിലെ 2025 സെപ്റ്റംബർ 28 ദസറ ദിനത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. തിക്കിലും തിരക്കിലും നടന്നും തള്ളിയും നമ്മളും പാലസിനകത്തേക്ക് ഒരിക്കലെങ്കിലും കണ്ടവരോടല്ല കാണാത്തവരോട് എത്ര മനോഹരമായിരിക്കുന്നു അവിടുത്തെ പണിത്തരങ്ങളെന്ന് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കുക. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു കൊട്ടാരം പണിഞ്ഞവരോട് ഇനിയും ഒരുപാട് തലമുറകൾക്ക് കാണാൻ പാകത്തിൽ സുന്ദരമായി സൂക്ഷിച്ചു വച്ചവരോട് അവരുടെ കഴിവിനെ, ശക്തിയെ, ബുദ്ധിയെ എത്ര അഭിനന്ദിച്ചാലാണ് മതി വരിക. പാലസൊക്കെ ആസ്വദിച്ച് കണ്ടു. പുറത്തിറങ്ങിയപ്പോൾ ഓഫീസിൻ്റെ മുന്നിൽ കണ്ട അതിമനോഹര പൂന്തോട്ടം അതും കണ്ട് ആസ്വദിച്ച ശേഷം ദസറയുടെ 10ാം നാളിൽ ആനയുടെ ജംബോ സവാരി നടക്കേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് ആനകളുടെ ഒരു റിഹേഴ്സൽ, ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ശേഷം സംഗീത നിശകളും നൃത്തനൃത്യങ്ങളും സാംസ്കാരിക സമ്മേളനങ്ങളും നടക്കുന്ന പ്രധാന വേദിക്കരികിൽ 7 മണിയോടുകൂടി തെളിയുന്ന ലൈറ്റുകളുടെ വർണ്ണവിസ്മയം കാണാൻ ഒഴുകി വന്ന ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് നമുക്ക് ഓർമ്മ വന്നത് തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന ആൾക്കൂട്ട ദുരന്തമാണ്. അതുകൊണ്ട് തന്നെ പ്രധാന വേദിക്കരികിൽ നിന്ന് മാറിയായിരുന്നു പിന്നീട് നമ്മുടെ ചിത്രീകരണം. അങ്ങനെ മൈസൂർ രാജാക്കന്മാരുടെ സംരക്ഷക ദേവതയായ ചാമുണ്ടേശ്വരി ദേവി അസുരനായ മഹിഷാസുരനെതിരെ നേടിയ വിജയത്തെ അനുസ്മരിപ്പിക്കുന്ന തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിൻ്റെ പ്രതീകമായ മൈസൂർ ദസറ കണ്ട് മടക്കം. ലൈറ്റ് തെളിഞ്ഞപ്പോഴുള്ള അതിമനോഹരമായ കൊട്ടാരക്കാഴ്ചകൾ നിങ്ങൾ കാണുക, ആസ്വദിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തൽ എന്താണെന്ന് വിചാരിച്ചാൽ, വരും വർഷങ്ങളിലെങ്കിലും ദസറ കാണാൻ പുറപ്പെടുന്നവരുണ്ടെങ്കിൽ റൂമിൻ്റെ കാര്യം മുൻകൂട്ടി ഏർപ്പാട് ചെയ്ത് മാത്രമേ യാത്രക്ക് പുറപ്പെടാൻ പാടുള്ളൂ. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ രാത്രിയല്ലാന്നെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോലും കിടന്ന് ഉറങ്ങാൻ സ്ഥലമില്ലാത്ത അവസ്ഥ നമ്മൾ നേരിട്ട് അനുഭവിച്ചതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, സ്വർണം ഒരു തരി പോലും അണിയാതെ പുറപ്പെടുന്നത് തന്നെയായിരിക്കും യാത്രക്ക് സുരക്ഷിതത്വം. പിന്നെ നമ്മളെ കുഞ്ഞുമക്കളെല്ലാം കൂട്ടി പോകുന്നതാണെങ്കിൽ അവരെ നമ്മളോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി യാത്ര ചെയ്യാനും സ്ഥലങ്ങൾ കാണാനും ശ്രദ്ധിക്കുക. പിന്നെ പണമിടപാട് ഗൂഗിൾ പേ നടത്തുന്നത് തന്നെയായിരിക്കും ഉചിതമായ തീരുമാനം. കാരണം പേഴ്സ് കൊണ്ടുപോയാൽ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക.